ഹലോ ഫ്രണ്ട്സ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള സബ്ജക്റ്റ് വളരെ വ്യാപകമായി നമ്മൾ കേട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഫീൽഡ് കുറേ വ്യത്യസ്ത ഡിസിപ്ലിൻസ് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ ഏരിയയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് റീജിയണൽ ലെവലാണെങ്കിലും നാഷണൽ ലെവലാണെങ്കിലും ഇൻ്റർനാഷണൽ ലെവലാണെങ്കിലും. കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ് ഡിസിഷൻസ് എടുക്കുന്നത്. നാഷണൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ്, അതായത് ഒരു സൊസൈറ്റിയെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് ലീഡർഷിപ്പിലേക്ക് പൊളിറ്റീഷ്യൻസ് കടന്നു വരുമ്പോൾ ഗവൺമെൻറ്റിന് റിസോഴ്സസ് കിട്ടുന്നത് ആ നാട്ടിലെ വിഭവങ്ങൾക്കനുസരിച്ചാണ്. അതായത് റിസോഴ്സസ് നിന്നാണ് ഗവൺമെൻറ് റൺ ചെയ്യാനുള്ള വെൽത്ത് കിട്ടുന്നത്. അത് ടാക്സ് ആയിട്ട് ഉണ്ടായിരിക്കും, പബ്ലിക് സെക്ടേഴ്സിൻ്റെ ലാഭത്തിൽ നിന്നുണ്ടായിരിക്കും. ഗവൺമെൻറ് റൺ ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഓഫീസേഴ്സിന്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവർക്ക് ആവശ്യമാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിൽ ഫണ്ട് വേണം. അതുകൂടാതെ തന്നെ ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാഷണലിൻ്റെ സൈസ് അനുസരിച്ച് സ്റ്റേറ്റ്സിൻ്റെ അല്ലെങ്കിൽ റീജിയണൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സിറ്റി, ഇതിൻ്റെയൊക്കെ സോണും ഇതിനൊക്കെ അനുസരിച്ച് എല്ലാ ഏരിയകളിലും വെൽത്ത് ആവശ്യമാണ്. ഒരേ സമയം സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുമുണ്ട്, അതേസമയം ഗവൺമെൻറ് റൺ ചെയ്യാനുള്ള വിഭവങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ഗവൺമെൻറ്. ഇത് ഇവിടെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ഐഡിയോളജീസ്, വ്യത്യസ്ത തരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റംസ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബേസിസിലാണ് ഗവൺമെൻറ് വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ചെയ്യുന്നത് വ്യത്യസ്ത ഐഡിയോളജിൻ്റെ ബേസിലാണ്. അങ്ങനെയാണ് അവർ ഡെമോക്രസി അല്ലെങ്കിൽ മറ്റുള്ള സിസ്റ്റത്തിലൊക്കെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലേക്ക് എത്തുന്നതിന് ശേഷം ലോകത്തിലുള്ള എല്ലാ നാടുകളിലും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ചെയ്യുന്നത് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അത് നാച്ചുറൽ റിസോഴ്സസ് ആയിരിക്കാം, ഹ്യൂമൻ റിസോഴ്സസ് ആയിരിക്കാം. അത് ഗവൺമെൻറ് ആണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എല്ലാ നാടുകളിലും. ആ നാട്ടിലുള്ള വിഭവങ്ങൾ കണ്ടെത്തി അതിനെ അലോക്കേറ്റ് ചെയ്ത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം ശരിക്കും. ഇത് പല വ്യത്യസ്ത പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വ്യത്യസ്ത രീതിയിലായിരിക്കും ഈ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത്. ഇവിടെയാണ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, സാമ്പത്തിക നീതി, ഇതൊക്കെ വളരെയധികം പ്രാധാന്യമായിട്ട് വരുന്നത്. ഇത് ശരിയായ നിലക്ക് എത്രത്തോളം ഈ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ആ പൊളിറ്റിക്കൽ സിസ്റ്റവും ആ സൊസൈറ്റിയും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉയർന്നു വരുന്നത്. ചെറിയ ചെറിയ രാജ്യങ്ങളിൽ വിഭവങ്ങളുടെ സമാഹരണം കൂടുതലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ത്യ, ചൈന പോലുള്ള വലിയ വലിയ ഡെമോഗ്രഫിയും അതേപോലെ ജോഗ്രഫിയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇത് ശരിയായ നിലക്ക് പ്രവർത്തിക്കുന്നതിന് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചില പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ചില രാജ്യങ്ങൾ വളരെയധികം മുന്നേറുന്നതും ചില രാജ്യങ്ങൾ അത്ര തന്നെ ഉയരാത്തതും. ഇന്ത്യ പോലുള്ള രാജ്യം നമ്മൾ 75 കൊല്ലത്തോളം ഡെമോക്രസി സിസ്റ്റത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ചൈനയിലുള്ളത് ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു വൺ പാർട്ടി സിസ്റ്റമാണ്. ഇവിടെ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ രണ്ടും ഏകദേശം
ബിഗ് ഡെമോഗ്രഫിയാണ്, വലിയ പോപ്പുലേഷനുണ്ട്, 140 crores എബവ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ അവർ ഗവൺമെൻറ് റൺ ചെയ്യുന്നത്, അവിടെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ഡെമോക്രസി ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങളിൽ ഈ സിവിൽ സൊസൈറ്റി അങ്ങനെ കുറേ ഫാക്ടേഴ്സ്, പിന്നെ അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ റീജിയണൽ ലോക്കൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, ഇതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങൾ സ്ട്രീംലൈൻ ചെയ്തു വരുന്നത് സമയമെടുക്കും ഇന്ത്യ പോലുള്ള വലിയ രാജ്യങ്ങളിൽ. അപ്പം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ടാക്സിങ് പോളിസീസ്, അതേപോലെ ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് എന്ന സംഭവം, ഈ ഇനീക്വാലിറ്റീസ്, ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസും പിന്നെ അതേപോലെയുള്ള മീഡിയകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ ഇനീക്വാലിറ്റി വളരെയധികം കൂടി വരുന്ന, ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള എക്കണോമിസ്റ്റുകൾ ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് വളരെ ചുരുങ്ങിയ പേഴ്സൻറ്റേജ് ആളുകളിലാണ് ഇന്ത്യൻ്റെ റിസോഴ്സസ് ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല, ഇത് 75 years റൂൾ ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ കൊണ്ടൊക്കെ സംഭവിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് റീസെൻറ്റ് 10 years ഈ കോൺസെൻട്രേഷൻ വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു പ്രത്യേക ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന